ഒരു ഗ്രാമത്തിൽ മരപ്പണിക്കാരനായ ഒരു വൃദ്ധനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മുരുകഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ശരീരം കൊണ്ട് വയ്യെങ്കിലും മനസ്സുകൊണ്ട് വളരെ ആത്മാർത്ഥമായി പണി ചെയ്യുമായിരുന്നു. വൃദ്ധന് സ്വന്തമായി വീടോ സ്വന്തമെന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല. കിടക്കുന്നത് ഗ്രാമത്തിലെ ഒരു ചെറിയ മുരുകസക്ഷേത്രത്തിലായിരുന്നു. അന്നന്ന് ജോലി ചെയ്താൽ അന്നന്ന് കഴിക്കാൻ ഭക്ഷണത്തിനുള്ളത് കിട്ടും. ആ ഗ്രാമത്തിലെ എല്ലാവരും വൃദ്ധനെ ഒരു ശാപമായിട്ടാണ് കണ്ടിരുന്നത്. ഇദ്ദേഹത്തിന് ആരുമില്ലാത്തതിനാലും കണ്ടാൽ ഭിക്ഷക്കാരനെ പോലെ തോന്നിക്കുന്നതിനാലും എല്ലാവരും അയാളെ അകറ്റി നിർത്തി. എന്തെങ്കിലും മരപ്പണിയുണ്ടെങ്കിൽ കുറഞ്ഞ പൈസ മാത്രമേ അദ്ദേഹത്തിന് നൽകുകയുള്ളൂ. ചില സമയത്ത് വൃദ്ധൻ തന്റെ അവസ്ഥയാലോചിച്ച് മുരുകക്ഷേത്രത്തിൽ വന്നിരുന്ന് പൊട്ടിക്കരയാറുണ്ട്. എങ്കിലും പതിവ് പോലെ ജോലിക്ക് പോകും. ഒരു ദിവസം ഗ്രാമത്തിലെ ധനികനായ രാജു എന്ന വ്യക്തി വൃദ്ധനെ ഒരു വലിയ ജോലി ഏൽപ്പിച്ചു. തന്റെ വീടുപണിക്ക് ആവശ്യമായ വാതിലും ജനലുമെല്ലാം പണി കഴിപ്പിക്കാനാണ് വൃദ്ധനെ ഏൽപ്പിച്ചത്. വൃദ്ധൻ ആ ജോലി വളരെ സന്തോഷത്തോടെ തന്നെ ഏറ്റെടുത്തു. അദ്ദേഹത്തിന് പ്രായമായതിന്റെ ബുദ്ധിമുട്ടുകൾ ശരീരത്തിനുണ്ടെങ്കിലും മനസ്സുകൊണ്ട് വളരെ ആരോഗ്യത്തോടെയും ആത്മാർത്ഥതയോടെയും ജോലി ചെയ്യും. ഒരുപാട് ജോലി ചെയ്യാനുള്ളതിനാൽ തന്നെ വിശ്രമമില്ലാതെ ജോലികളെല്ലാം പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കി നൽകി. വൃദ്ധന്റെ ജോലി വളരെ ഭംഗിയോടെയാണ് പൂർത്തിയാക്കിയത്. എങ്കിലും രാജു വെറും 5 നാണയമാണ് പ്രതിഫലമായി നൽകിയത്. അത് കണ്ട വൃദ്ധന് വളരെയധികം വിഷമം തോന്നി. വൃദ്ധൻ വളരെ വിഷമത്തോടെ രാജുവിനെ നോക്കി താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, "ഏമാനെ, ഇത് വളരെ കുറവാണ്. എനിക്ക് ഒരു നേരത്തെ വിശപ്പടക്കാൻ ഇത് പോരാ." അഹങ്കാരിയായ രാജുവിന് ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. "എന്റെ മുമ്പിൽ നിന്നും വിലപ്പെശാനായോ നീ കിളവാ?" എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തള്ളി താഴെയിട്ടു. നിറകണ്ണുകളോടെ വൃദ്ധൻ മെല്ലെ എഴുന്നേറ്റ് നടന്നു. പതിവ് പോലെ മുരുകക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം കുറച്ചു സമയം കണ്ണടച്ച് മൗനമായി അങ്ങനെയിരുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം "മുരുകാ" എന്ന് വിളിച്ചു പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് വെള്ള ഷർട്ടും കാവിമുണ്ടും നെറ്റിയിൽ ഭസ്മവും കയ്യിലൊരു പൊതിയുമായി ഒരാൾ നടന്ന് വൃദ്ധന്റെ അടുത്തെത്തി. വൃദ്ധന്റെ തോളിൽ മെല്ലെ അയാൾ സ്പർശിച്ചു. "അച്ഛാ, തങ്ങൾ എന്തിനാണ് ഇത്രയും വിഷമത്തോടെ കരയുന്നേ?" വൃദ്ധൻ ഒന്നും പറയാതെ കണ്ണുകൾ തുടച്ചു. അയാളുടെ കയ്യിലെ പൊതി വൃദ്ധന് നേരെ നീട്ടി. "അച്ഛാ, ഇത് കഴിക്കൂ. ഞാൻ കുറച്ച് അകലെയുള്ള ഒരു മുരുകക്ഷേത്രത്തിൽ നിന്നും പൂജയെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് കാൽനടയായി പോവുകയാണ്. അപ്പോഴാണ് അച്ഛന്റെ കരയുന്ന ശബ്ദം കേട്ട് ഇങ്ങോട്ട് വന്നത്." വൃദ്ധൻ പെട്ടെന്ന് തന്നെ പൊതി വാങ്ങി വേഗത്തിൽ കഴിക്കാൻ തുടങ്ങി. വൃദ്ധൻ അയാളോട് കരഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞു. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അച്ഛാ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമവും നിസ്സഹായമായ അവസ്ഥയുമുണ്ടാവും. അപ്പോഴൊന്നും നമ്മൾ ധൈര്യം കൈവിടരുത്. ഭഗവാനെ വിശ്വസിക്കൂ. അദ്ദേഹത്തിന് അസത്യമായതൊന്നും തന്നെ ഭൂമിയിലില്ല. ഭഗവാൻ മൗനമായി ഇരിക്കുന്നതിന്റെ അർത്ഥം നമ്മളെ മറന്നു എന്നല്ല, പകരം നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. അധികം വൈകാതെ തന്നെ നിങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസം വന്നു ചേരും." ഇത്രയും പറഞ്ഞ അയാൾ ഇരുട്ടിലോട്ട് നടന്നു നീങ്ങി. അടുത്ത ദിവസം വൃദ്ധൻ പതിവ് പോലെ ജോലിക്കായിപ്പോയി. എന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്നലെ വന്ന ആളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. തന്നെ വിശപ്പിന് ഒരു നേരത്തെ ഭക്ഷണം തന്ന അയാളോട് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞ് വൃദ്ധൻ ജോലിയിലേർപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഗ്രാമത്തിലെ ഒരാൾ വൃദ്ധനെ അന്വേഷിച്ച് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി. വൃദ്ധനെ ആ നാട്ടിലെ രാജുവിനേക്കാൾ ധനികനായ മറ്റൊരാൾ വിളിക്കുന്നു എന്നായിരുന്നു അയാൾ കൊണ്ടുവന്ന സന്ദേശം. വൃദ്ധൻ പെട്ടെന്ന് തന്നെ അയാളെ കാണാൻ ചെന്നു. ധനികൻ ബഹുമാനത്തോടെയാണ് വൃദ്ധനോട് പെരുമാറിയത്. "ഇരിക്കൂ അച്ഛാ," ധനികൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബഹുമാനവും സ്നേഹവും കണ്ട വൃദ്ധന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം വൃദ്ധനോട് പറഞ്ഞു, "ആണല്ലോ രാജുവിന് മരപ്പണികൾ ചെയ്തു നൽകിയത്?" വൃദ്ധൻ "അതേ" എന്ന് തലയാട്ടി. ധനികൻ ചിരിച്ചുകൊണ്ട് വൃദ്ധനെ അഭിനന്ദിച്ചു. "നിങ്ങളുടെ കഴിവ് ഗംഭീരമായിരിക്കുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് മരപ്പണി ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു." ഇതും പറഞ്ഞ് വൃദ്ധന് നേരെ ഒരു നാണയക്കിഴി നീട്ടി. അത് കണ്ട വൃദ്ധന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. വൃദ്ധൻ ആ കിഴിയുമെടുത്ത് അമ്പലത്തിലോട്ട് വേഗം പോയി. നിറകണ്ണുകളോടെ ഭഗവാൻ മുരുകന്റെ മുമ്പിൽ തൊഴുതു നിന്നു. "ഭഗവാനെ, ഞാൻ എങ്ങനെ നന്ദി പറയും?" കരഞ്ഞുകൊണ്ട് ഇടറിയ ശബ്ദത്തിൽ അയാൾ കരഞ്ഞു. അപ്പോഴാണ് വൃദ്ധന് ഇന്നലെ തന്റെ അടുത്ത് വന്നത് വെറുമൊരു മനുഷ്യനല്ലെന്നും തന്റെ കണ്ണുനീർ തുടച്ചത് ഭഗവാൻ മുരുകനാണെന്നും മനസ്സിലായത്. വൃദ്ധൻ കരഞ്ഞുകൊണ്ട് മുരുകഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. സുഹൃത്തുക്കളെ, അന്നുമുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളുണ്ടായി. ഒരുപാട് ധനം ലഭിച്ചു. കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം ലഭിച്ചു. എന്തു തന്നെ സ്വത്തും സൗഭാഗ്യവും ലഭിച്ചാലും വൃദ്ധൻ ദൈവത്തെ മറന്നില്ല. എന്നും അദ്ദേഹം ക്ഷേത്രത്തിൽ ചെന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും. തനിക്ക് ലഭിച്ച സൗഭാഗ്യത്തിന് നന്ദി പറയും.
അങ്ങനെ പിന്നീടുള്ള ജീവിതം തന്റെ കഠിന അധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് വൃദ്ധൻ വളരെ മനോഹരമായി ജീവിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാവർക്കും ജീവിത പ്രതിസന്ധികളുണ്ടാവും. അതിനെ ഓർത്ത് ജീവിതത്തെ പഴിക്കാതെ കഠിനമായി അധ്വാനിക്കൂ. ദൈവം നമ്മെ കൈവിടില്ല. സൗഭാഗ്യം ലഭിച്ച ശേഷം നമ്മൾ അഹങ്കരിക്കാനും പാടില്ല. മുരുക ഭഗവാന്റെ കൂടുതൽ അതിശയിപ്പിക്കുന്ന കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.